ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിനോടൊക്കെ വളരെ അടുത്തായിട്ടുള്ള ഒരു സ്ഥലത്താണ്. കങ്ങരപ്പടി എന്നാണ് സ്ഥലത്തിന്റെ പേര്. നമുക്ക് ഇവിടെ നിന്ന് സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് വളരെ എളുപ്പത്തിലെത്താം. അതുപോലെ തന്നെ നമുക്ക് കാക്കനാട് കളക്ടറേറ്റ്, ഭാരത് മാതാ കോളേജ് എല്ലാം ഇവിടെ നിന്ന് വളരെ അടുത്താണ്. നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കാക്കനാടേക്ക് എളുപ്പം ആക്സസ് ഉള്ള ഒരു സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം ജില്ലയിൽ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിനടുത്ത് കങ്ങരപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. കങ്ങരപ്പടി നമുക്ക് മെയിൻ ജംഗ്ഷൻ എല്ലാവർക്കും അറിയുന്നതാണ്. അവിടെ നിന്നും 1 കിലോമീറ്റർ താഴെ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ എങ്ങനെയാണെന്നും ബാക്കിയുള്ള ഡീറ്റെയിലും വീട് എത്ര സെന്റ് സ്ഥലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതൊക്കെ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ടാർ റോഡ് ഫേസ് ചെയ്തിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഈ വീടിന്റെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത് ടാർ റോഡാണ്. തൊട്ടടുത്തൊക്കെ ആയിട്ട് ധാരാളം വീടുകളുള്ള ഏരിയയിൽ തന്നെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീടും സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കങ്ങരപ്പള്ളി ജംഗ്ഷനിലേക്ക് 1 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ദൂരം വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇൻഫോ പാർക്കിലേക്കൊക്കെയാണ് പോകേണ്ടതെങ്കിൽ വെറും 5.5 കിലോമീറ്റർ, 5.5 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം. നമുക്ക് ഇടപ്പള്ളി ഭാഗത്തേക്കൊക്കെയാണ് പോകേണ്ടതെങ്കിൽ ലുലു മാളിലേക്കൊക്കെ ആണെങ്കിൽ 8 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ തന്നെ NRIസിനൊക്കെ എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു വീടാണ്. ബിക്കോസ് ഇവിടെ നിന്ന് നമുക്ക് എയർപോർട്ടിലേക്ക് വളരെ ഈസിയസ്റ്റ് ആയിട്ട് എത്താവുന്ന ദൂരത്തിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കൊക്കെ നമുക്ക് ഇവിടെ നിന്ന് 20 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. നമുക്കപ്പോൾ ഇനി ഈ വീടിനെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നമുക്ക് ഇതിന്റെ മതിലിൽ നിന്നൊക്കെ തന്നെ ആദ്യം തുടങ്ങാം. മെയിൻ ആയിട്ട് നമുക്ക് 2 ഗേറ്റുകളാണ് ഈ കാണുന്ന വീടിന് കിട്ടുന്നത്. ഇതിന്റെ മതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, വൈറ്റ് കളർ പെയിന്റ് കൊടുത്തിട്ട് GS സ്ക്വയർ ട്യൂബിന്റെ വർക്കുകളുണ്ട്. ഭംഗിയുള്ള ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 2 ഗേറ്റുകൾ ഉള്ളതിനകത്ത് 2 ഗേറ്റ് വഴി നമുക്ക് കാറുകൾ കയറ്റാനുള്ള സ്പേസ് ആണ്. വലിയ ഗേറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡ് നമുക്ക് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലും മറ്റേ സൈഡ് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലുമാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. 2 ഗേറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ മെയിൻ പില്ലറുകളിലെല്ലാം തന്നെ വന്നിട്ട് ഭംഗിയുള്ള 2 ഷോ ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, വളരെ ഭംഗിയായിട്ടുള്ള നല്ല ടെക്സ്ചർ വർക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് കളർ പെയിന്റ് ഉണ്ട്, ക്ലാഡിംഗ് സ്റ്റോൺസ് ഉണ്ട്, ഒരു ആഷ് കളർ, ഒരു സിമെന്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ടെക്സ്ചർ വർക്കുകളും ഒക്കെ കൊടുത്ത് സ്പോട്ട് ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് വളരെ ഭംഗിയായിട്ടാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് കണ്ടു തീർക്കാവുന്ന രീതിയിലല്ല വീടിന്റെ എലിവേഷൻ വരുന്നത്. ഈ വീട് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാം, റോഡിനെ ഫേസ് ചെയ്തിട്ടിരിക്കുന്ന വീട് ഇങ്ങനെ ഏകദേശം ഒരു കർവ് ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീടൊന്ന് ഈ റോഡിലൂടെ ഒന്ന് നടന്ന് കാണാനുള്ള ഒരു വീട് ശരിക്കും പറഞ്ഞാൽ ഇതിനുണ്ട്. ആ രീതിയിൽ വളരെ ഭംഗിയായിട്ടൊക്കെയാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കിനി വീടിന് അകത്തേക്ക് കടക്കാം. നിങ്ങൾക്ക് നോക്കിയാൽ ഓൾറെഡി കാണാം, ഒരു ഗേറ്റ് നമ്മൾ അവിടെ കാണിച്ചു. അപ്പൊ നമുക്ക് ഒരു ഗേറ്റ് വഴിയെ നമുക്ക് ആദ്യം തന്നെ കടന്നു വരാം. ഈ ഒരു ഗേറ്റ് ഞാൻ പറഞ്ഞു, ഇതുപോലെ നമുക്ക് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഓൾറെഡി ഒരു കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ തന്നെ നിങ്ങൾക്കറിയാം, അത്യാവശ്യം വലിയൊരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കിയാൽ കാണാം, സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെയാണ് പാകിയിരിക്കുന്നത്. ഒരു കാർ ഇട്ടാൽ തന്നെ നമുക്ക് വീണ്ടും ഇതിന്റെ സൈഡിലൂടെയൊക്കെ കടന്നു പോകാനുള്ള നല്ല സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നല്ല ഭംഗിയുള്ളൊരു ട്രീ വെച്ചിട്ടുണ്ട്. ചെടികളൊക്കെ നടാനുള്ള ഒരു സ്പേസും നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു കാർ ഇട്ടിരിക്കുന്നതിന്റെ ബാക്ക് സൈഡിലൂടെ നമുക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഉണ്ട്. നമ്മൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു വീട് ചെയ്യുമ്പോൾ ഒരു കാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിന് ചുറ്റിനും നമുക്ക് നടന്നു പോകാനുള്ള സ്പേസ് വേണം എന്നാണ്. അപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഈ ഏരിയ വന്നിട്ട് ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഈ വഴി ചെയ്യുന്ന എൻഡ് ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് കാണാം, അവിടെ ഒരു കിണറുണ്ട്. അപ്പം കാക്കനാട് ഏരിയ എസ്പെഷ്യലി നമുക്ക് ചെങ്കല്ലിൽ നിന്നുള്ള വാട്ടർ ആണ് കിട്ടുന്നത്. അപ്പൊ നല്ല ക്ലീൻ ആയിട്ടുള്ള വാട്ടർ കിട്ടുന്ന ഒരു കിണർ നമുക്ക് ഇവിടെ ഉണ്ട്. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് KWയുടെ വാട്ടറും കൂടിയാണ്. അപ്പൊ നമ്മൾ ഈ കാർ പോർഷന്റെ ഈ ഒരു സൈഡ് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് വീടിന്റെ ഫ്രണ്ട് പോർഷനിലേക്കാണ് പോകേണ്ടത്. ഇവിടെ ആക്ച്വലി പാർക്ക് ചെയ്യാവുന്ന വാഹനങ്ങളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ നമുക്കൊരു 4 കാറുകൾക്ക് വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. ഇപ്പൊ ഈ ഒരു കാർ പോർച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് നടക്കുന്ന സമയത്തുള്ള സ്പേസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, 2 കാറുകൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനോഹരമായി ചെയ്തിരിക്കുന്ന ഒരു ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ അവിടെ കാണാം. വളരെ ഭംഗിയായിട്ട് തന്നെ അട്രാക്റ്റീവ് ആയ രീതിയിൽ ചെടികളൊക്കെ പിടിപ്പിച്ചിട്ട് ഭംഗിയായിട്ടാണ് വാട്ടർ ഫൗണ്ടൻ ഇരിക്കുന്ന ആ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന്റെ സൈഡിലായിട്ട് നമുക്ക് മറ്റൊരു ഗേറ്റ് കൂടെ നിങ്ങൾക്ക് കാണാം. ആ ഒരു ഗേറ്റ് വഴി നമുക്ക് വാഹനങ്ങൾക്ക് കടന്നു വരാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ നമുക്കൊരു കാർ ഇടാൻ പറ്റും, ബാക്കിയുള്ള സ്പേസിൽ 2 ഇടാം. എങ്ങനെ നോക്കിയാലും 3-4 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നുണ്ട്.
ഈ ഒരു വാട്ടർ ഫൗണ്ടൻ കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ബാക്കിയുള്ള ഏരിയ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വർക്ക് ഏരിയയുടെ സ്പേസ് ആണ് എൻഡ് ചെയ്യുന്നിടത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെയും ബേബി മെറ്റൽസ് ഒക്കെ വിരിച്ചിട്ട് തന്നെയാണ് വഴി ഭംഗിയാക്കിയിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു കാക്കനാട് ഇൻഫോ പാർക്കിനോട് വളരെ അടുത്തായിട്ടും സീപോർട്ട് എയർപോർട്ട് റോഡിനോട് വളരെ അടുത്തായിട്ടൊക്കെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന വീട്ടിൽ ഞാൻ പറഞ്ഞു 3-4 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞു. ബിക്കോസ് അതിനുള്ള ലാൻഡ് ഈ വീട്ടിലുണ്ട്. ഈ വീടിരിക്കുന്ന ലാൻഡ് എന്ന് പറയുന്നത് 4.9 സെന്റ് ആണ്. 4.9 സെന്റ് സ്ഥലത്താണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 2300 ആണ്. 2300 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീടിന്റെ അകത്തുള്ള വിശേഷങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. ഒരു ചെറിയ സിറ്റ് ഔട്ട് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു 2 ചെയറുകളൊക്കെ വരെ ഇടാനുള്ള സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിന്റെ ഈ ഒരു എൻട്രൻസ് ഒക്കെ നോക്കിയാലും കാണാം ഭംഗിയായിട്ടുള്ള ചെറിയ വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ലൈറ്റ് ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിറ്റ് ഔട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയ ഏരിയ കാണാം. അതിന് ആ ഒരു സൈഡ് വന്നിട്ട് ജാളി വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിനിടയിലായിട്ട് നമുക്ക് കുറച്ച് സ്പേസ് ചെടിച്ചട്ടികളൊക്കെ നടാനും വല്ല ഭംഗിയുള്ള ബാംബു ട്രീസ് ഒക്കെ വെക്കാനായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വീടിന്റെ മെയിൻ ഡോർ ഈ കാണുന്നതാണ്. വലിയൊരു വീതിയുള്ള കട്ടളപ്പടിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 2 ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് ഡോറ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന വീടിന്റെ ഡോർ ഫേസിംഗ് വരുന്നത് വെസ്റ്റ് സൈഡിലേക്കാണ്. പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് വീടിന്റെ ഡോറ് വരുന്നത്. നമുക്ക് ഇതുപോലെ 2 ആയിട്ട് തുറക്കാവുന്ന ഈ ഒരു ഡോറ് തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. കയറിയിട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടുത്തെ ലിവിംഗ് സ്പേസ് കാണാവുന്നതാണ്. നേരെ വരുമ്പോൾ നമുക്ക് ആദ്യം ഫ്ലോറിൽ നിന്ന് തന്നെ തുടങ്ങാം. വൈറ്റ് കളറിൽ നല്ല നീളത്തിലുള്ള ടൈലാണ്. ചെറിയൊരു ബ്ലാക്ക് കളറിലെ ഡിസൈനും കൂടെ അതിൽ മെർജ് ചെയ്ത് നിൽക്കുന്നുണ്ട്. വിൻഡോസ് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തായിട്ട് നമുക്ക് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ പെർഗോള മോഡലിൽ ഗ്ലാസ് ഒക്കെ ഇട്ട് ഒരു ചെറിയ ഓപ്പണിംഗ് കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടുത്തെ റൂഫിൽ നോക്കിയാലും കാണാം ഭംഗിയായിട്ടുള്ള വുഡ് പാനലിംഗ് ഒക്കെ ചെയ്തിട്ട് ഭംഗിയായിട്ട് LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് കൂടാതെ നമുക്ക് ഈ സൈഡിൽ നോക്കിയാൽ കാണാം ഇതുപോലെ വുഡ് കൊണ്ട് 2 ഓപ്പൺ ഷെൽഫുകളൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടാണ് ഈ ഒരു വോളും ഭംഗിയാക്കിയിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് മൾട്ടി വുഡ് കൊണ്ടുള്ള TV വെക്കാനുള്ള സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴെയൊക്കെ ആയിട്ട് ഒരുപാട് ഓപ്പൺ ചെയ്യാവുന്നതും ക്ലോസ് ചെയ്യാവുന്നതും ഒക്കെ ആയ ഷെൽഫുകളൊക്കെ കൊടുത്തിട്ട് LED ലൈറ്റുകളൊക്കെ ഇട്ട് മനോഹരമായിട്ട് തന്നെയാണ് ഈ ഒരു മൾട്ടി വുഡ് കൊണ്ടുള്ള TV സ്റ്റാൻഡും കൂടെ ഇവിടെ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് നമുക്ക് ഡൈനിങ്ങിനായിട്ട് അലോ ചെയ്തിട്ടുള്ള സ്പേസിലേക്കാണ്. ഡൈനിങ്ങിന്റെ ഒരു എൻട്രൻസ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം ഭംഗിയായിട്ട് മൾട്ടിവുഡിൽ ഒരുപാട് വർക്കുകളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ആ ഒരു ഭാഗത്ത് എൻട്രൻസ് ഭംഗിയാക്കിയിരിക്കുന്നത്. നേരെ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ നോക്കിയാൽ കാണാം കുറച്ച് ഷെൽഫ് മോഡലിലും മൾട്ടിവുഡിൽ കുറച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ഡൈനിങ്ങിന്റെ സ്പേസിൽ നിൽക്കുന്ന സമയത്ത് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നിങ്ങൾക്ക് കാണാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ടഫിന്റെ ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലായിട്ടാണ് ഇതിന്റെ ഹാൻഡ് റെയിൽസ് ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഈ ഒരു ഭാഗത്തായിട്ട് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ്, അതിന്റെ താഴെ കുറച്ച് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് നോക്കിയാലും കാണാം ഭംഗിയായിട്ട് മൾട്ടി വുഡ് കൊണ്ട് തന്നെ കബോർഡുകളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. നമുക്ക് ഇൻവെർട്ടർ ഒക്കെ വെക്കാനായിട്ട് ഈ കാണുന്ന ഭാഗത്ത് ഒരു ഓപ്പൺ ഷെൽഫ് ഇതുപോലെ കിട്ടുന്നുണ്ട്. ഇതിനിടയിലാണെങ്കിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പിന് താഴെയുള്ള ആ ഒരു ഭാഗം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഭംഗിയായിട്ടുള്ള ചെങ്കല്ല് മോഡലുള്ള ടൈലൊക്കെ ഒട്ടിച്ച് അതിനകത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വിരിച്ചിട്ടാണ് ആ ഒരു ഏരിയ ഭംഗിയാക്കിയിരിക്കുന്നത്. അവിടെ ലൈറ്റ് ഫിറ്റിംഗും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ആ ഒരു ഏരിയ കാണാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആയിട്ടും ഒരു ചെറിയ ക്രോക്കറി ഷെൽഫ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഇതുപോലെ ഓപ്പൺ ചെയ്യാവുന്നതും ക്ലോസ് ചെയ്യാവുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കബോർഡുകളൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു അറേഞ്ച്മെന്റ്സ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ റൂഫിലേക്ക് നോക്കിയാലും കാണാം 2 പോർഷൻ ആയിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ആ ഏരിയയിൽ വന്നിട്ട് ഭംഗിയുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. ഈ സ്റ്റെയർ കേസിന്റെ ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കുന്ന ഏരിയ ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് ഏറ്റവും മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ സ്കൈ വിസിബിൾ ആണ്. ബിക്കോസ് അവിടെ ആ ടോപ്പ് എൻഡിൽ വന്നിട്ട് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ഈ ഡൈനിങ് ഹാളിൽ നമുക്കിനി കാണേണ്ടത് ഇവിടുത്തെ വാഷ് ബേസിൻ ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ബേസിൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ജാഗ്വാറിന്റെയാണ് വാഷ് ബേസിൻ വന്നിരിക്കുന്നത്. ഭംഗിയായിട്ട് മൾട്ടിവുഡ് കൊണ്ടുള്ള ഒരു ക്യാബിനകത്താണ് അത് ചെയ്തിരിക്കുന്നത്. താഴെയൊക്കെ ആണെങ്കിലും കബോർഡ് ഫെസിലിറ്റികളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മെയിൻ ആയിട്ടൊരു ക്രോക്കറി ഷെൽഫ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഗ്ലാസ് ഡോറുകളൊക്കെ കൊടുത്തിട്ട് ഒരുപാട് ക്രോക്കറി ഐറ്റംസ് ഒക്കെ സൂക്ഷിക്കാവുന്ന രീതിയിലാണ് വലിയൊരു ക്രോക്കറി ഷെൽഫ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ വീട്ടില് താഴെ നോക്കുകയാണെങ്കിൽ 2 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. അതിനകത്ത് ഒരു ബെഡ്റൂം വന്നിട്ട് നമുക്ക് ഇപ്പൊ ഈ ഒരു വാഷിംഗ് കൗണ്ടർ ഒക്കെ കണ്ടു അതിനടുത്തായിട്ടാണ് വരുന്നത്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്.
ബെഡ്റൂമിനകത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. എങ്കിലും നമുക്കൊരു സിംഗിൾ കോട്ട് കട്ടിലാണ് ഇവിടെ ആപ്റ്റ് ആയിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് വിസിബിൾ ആണ്. ഇതിന്റെ റൂഫിൽ നോക്കിയാൽ കാണാം ആവശ്യത്തിന് മാത്രമുള്ള സിമ്പിൾ വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് റൂഫിൽ ലൈറ്റ് ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മൾട്ടിവുഡ് കൊണ്ടുള്ള ഒരു നല്ല വാർഡ്രോബും വിത്ത് മിററോട് കൂടിയിട്ട് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ട് ഈ ഭാഗത്ത് താഴേക്ക് ഒരു പടി ഇറങ്ങുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും പുറത്തേക്ക് വരാനുള്ള പോസിബിലിറ്റീസ് കുറവാണ്. ഒരു ആഷ് കളറിലുള്ള ടൈലാണ് ബാത്റൂമിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിലെ ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ട് ജെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞിട്ട് നമുക്ക് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഭാഗത്താണ് ഇവിടുത്തെ താഴത്തെ നിലയിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. കമ്പാരിറ്റീവ്ലി കുറച്ച് വലിയ ബെഡ്റൂം ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒരു ഡബിൾ കോട്ട് കട്ടിലിട്ടാൽ വീണ്ടും നമുക്ക് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് 3 ജനാലകളായിട്ടും ഇവിടെ 3 ജനാലകളായിട്ടും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം മനോഹരമായിട്ടുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരുപാട് സൗകര്യങ്ങളോട് കൂടി ഒരു വാർഡ്രോബ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 3-4 ഡോറുകളായിട്ടുള്ള വാർഡ്രോബ് അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെ നമുക്കൊരു മിറർ ഫെസിലിറ്റിയും ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റിയും ഒക്കെ തന്നെ കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു ഗ്രേ ആൻഡ് ലൈറ്റ് യെല്ലോ കളറിലുള്ള ഷെയ്ഡാണ് ടൈലുകൾക്കെല്ലാം തന്നെ വരുന്നത്. നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ക്യാബിനോടൊക്കെ കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു ബാത്റൂമിനകത്തുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം വരുന്നത്. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടി തന്നെയാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് എൻട്രൻസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കംപ്ലീറ്റ്ലി ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു ഡോർ വെക്കാനുള്ള പോസിബിലിറ്റി കൂടെ ഇവിടെയുണ്ട്. ഇതിന്റെ എൻട്രൻസ് തന്നെ മൾട്ടിവുഡിൽ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 2 ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഗ്രിപ്പോട് കൂടി ഒരു വുഡൻ ഫിനിഷ് വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ അറ്റ്മോസ്ഫിയർ ഒക്കെ നോക്കിയാൽ കാണാം ഗ്രേ ആൻഡ് വൈറ്റ് കളറാണ് മെയിൻ ആയിട്ട് വരുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ വരുന്നിട്ട് ഒരു വുഡ് ആൻഡ് വൈറ്റ് കളർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. മുകളിലും താഴെയും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റി കിട്ടുന്ന രീതിയിലാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. ഈ 2 ഭാഗത്തായിട്ടാണ് 2 സിംഗിൾ വിൻഡോസ് വരുന്നത്. മുകളിലേക്ക് നോക്കിയാൽ കാണാം കിച്ചൺ ആണെങ്കിൽ പോലും അത്യാവശ്യത്തിന് നല്ല വർക്കുകളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് റൂഫ് ഭംഗിയാക്കിയിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി വരുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. നല്ല സേഫ് ആയിട്ട് കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് തന്നെയാണ് വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ ആണെങ്കിൽ ഗ്ലാസ് ഇട്ടിരിക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ സൺലൈറ്റ് കയറാനും വളരെ ഹെൽപ്ഫുൾ ആണ്. ഇവിടെ മുകളിലും താഴെയൊക്കെ ആയിട്ട് നമുക്ക് ഇതുപോലെ കബോർഡ് ഷെൽഫ് ഫെസിലിറ്റികൾ കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് നല്ല രീതിയിലൊരു സിങ്കും പൈപ്പ് കണക്ഷനും കൊടുത്തിരിക്കുന്നത്. ഇതിന് 2 സൈഡിൽ നമുക്ക് ഡോർ ഉണ്ട്. ഈ 2 ഡോറുകളും തുറന്നാലും നേരെ ഫ്രണ്ടിലേക്കാണ് എത്തുന്നത്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം നമുക്ക് ആ വാട്ടർ ഫൗണ്ടൻ ഇവിടെ നിന്നാൽ പോലും വിസിബിൾ ആണ്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പുകളിലെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പിന്റെ താഴെയുള്ള ഒരു ഭാഗം കണ്ടിന്യൂ ചെയ്താണ് മുകളിലേക്ക് വരുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നമുക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെ മുകളിലത്തെ ഏറ്റവും ടോപ്പിന്റെ റൂഫിൽ വന്നിട്ട് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് അവിടെ നിൽക്കുമ്പോൾ വെയിലും മഴയൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഏരിയ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെയാണെങ്കിലും ഭംഗിയായിട്ട് നമുക്ക് ഷോക്കേസ് ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് വുഡ് കൊണ്ട് തന്നെ ചെറിയ ഷെൽഫുകൾ പോലെയും കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് നമുക്ക് ഈ റൈറ്റ് സൈഡിലായിട്ട് കാണാം 4 വിൻഡോസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് കൂടാതെ നേരെ വരുമ്പോൾ തന്നെയും കുറച്ച് ഓപ്പണിങ്സ് വരുന്നുണ്ട്. പെർഗോള മോഡലിൽ കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടാണ് ആ കാണുന്ന ഓപ്പണിങ്സും ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു വലിയ ഹാളാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് സ്റ്റെപ്പ് കയറി വന്ന വഴി തുടങ്ങി മുകളിലേക്ക് നോക്കിയാൽ കാണാം റൂഫിലൊക്കെ വളരെ ഭംഗിയായിട്ടുള്ള വർക്കുകളാണ് ചെയ്തിട്ടുള്ളത്. നേരെ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഷാൻലിയർ അവിടെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് കാണാം. അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ റൂഫിലും നല്ല ഭംഗിയുള്ള വർക്കുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരെ കയറി വരുമ്പോൾ നമുക്ക് മുകളിലത്തെ നിലയിലുള്ള TV വയ്ക്കാനുള്ള ആ ഒരു യൂണിറ്റ് ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പർ ലിവിംഗ് ഏരിയ നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് കിട്ടുന്നത്. മൾട്ടിവുഡ് കൊണ്ട് തന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് ഭംഗിയായിട്ട് തന്നെയാണ് ഈ കാണുന്ന ഒരു TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു ഡോർ വിസിബിൾ ആണ്. ഇത് തുറന്ന് നമ്മൾ വരുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ്. നമുക്ക് ഈ വീട്ടിൽ 2-3 ബാൽക്കണികൾ കിട്ടുന്നുണ്ട്. അതിനകത്ത് ഒരു ബാൽക്കണിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ടഫിന്റെ ഗ്ലാസ് ഒക്കെ ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഔട്ടർ ഫ്രെയിം ഇട്ടിട്ട് വളരെ ഭംഗിയായിട്ടും സേഫ് ആയിട്ടുമാണ് ഈ കാണുന്നത് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് റോഡിലേക്ക് ഒരു വ്യൂ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത്. ഫ്രണ്ടിലും സൈഡിലും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് വീടുകളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നതാണ്.
ഈ ഒരു ബാൽക്കണി കണ്ടതിന് ശേഷം നമ്മൾ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഈ ടി വി കൊണ്ടിരിക്കുന്നതിന് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. താഴെ നമ്മൾ 2 ബെഡ്റൂമുകളാണ് കണ്ടത്. മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒരു ഡബിൾ കോട്ട് കട്ടിലൊക്കെ ഇടാനുള്ള സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നേരെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ ഭാഗത്തായിട്ട് ഒരു കബോർഡ് ഫെസിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ വാർഡ്രോബും അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിളും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് പ്യുവർലി നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ ആണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്ത് നമുക്ക് ഇവിടെ സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന ഒരു ഡോർ നിങ്ങൾക്ക് കാണാം. ഈ ഒരു ഡോർ നമുക്ക് സ്ലൈഡ് ചെയ്ത് നീക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ബാൽക്കണി തന്നെയാണ് വരുന്നത്. അപ്പൊ 2-3 റൂമുകൾ ഇവിടെ ബാൽക്കണി ഷെയർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് GS സ്ക്വയർ ട്യൂബിൽ നല്ല സേഫ് ആയിട്ടാണ് കവർ ചെയ്ത് പോന്നിരിക്കുന്നത്. മുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വീടിന്റെ ആ ഒരു ഫ്രണ്ട് വ്യൂ തന്നെയാണ് നമുക്ക് ഈ ഒരു ബാൽക്കണിയിൽ നിന്നാലും കാണാൻ പറ്റുന്നത്. ഈ ഒരു റൂമിന്റെ റൂഫിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അത്യാവശ്യത്തിന് ഭംഗിയുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. വുഡൻ പാനലിങ്ങുകൾ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടുള്ള വർക്കുകളാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതുപോലെ തന്നെ ഇവിടെ ആ ഒരു മെയിൻ ഗ്ലാസ് ഡോർ കൂടാതെ സിംഗിൾ വിൻഡോസ് ആയിട്ടും 2 ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടുത്തെ വാർഡ്രോബ് വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന വലിയൊരു വാർഡ്രോബ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. താഴെ കണ്ട ആ ഒരു സെയിം മോഡൽ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ബാത്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂമാണ് നമ്മൾ കണ്ടത്. ആ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയാൽ അതിനെ ഫേസ് ചെയ്തിട്ട് നമുക്ക് 2 റൂമുകൾ കാണാം. ഈ ഒരു റൂം നമ്മളുടെ ഇവിടുത്തെ ഫൈനൽ ആൻഡ് 4th ബെഡ്റൂമാണ് വരുന്നത്. ഇവിടേക്ക് നമ്മൾ കയറി വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാം നമുക്ക് ബാത്റൂമിന്റെ ഡോർ നമുക്ക് കാണാം. അത് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെ ആദ്യം കണ്ടുപോകാം. ഇവിടെയാണെങ്കിൽ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാനുള്ള ആ ഒരു അറേഞ്ച്മെന്റോട് കൂടി തന്നെയാണ് ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. അതിനടുത്തായിട്ട് തന്നെ നിങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി കാണാവുന്നതാണ്. വിത്ത് മിററോട് കൂടിയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെയായിട്ടാണ് നമുക്ക് മെയിൻ ആയിട്ട് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂം പോലെ തന്നെ നമുക്ക് ഇവിടെ ആയിട്ടും ഒരു സ്ലൈഡ് ചെയ്യാവുന്ന ഒരു ഡോറ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഡോറ് സ്ലൈഡ് ചെയ്താൽ നമുക്ക് വീടിന്റെ ഫ്രണ്ട് വ്യൂ കിട്ടുന്ന ബാൽക്കണിയിലേക്കാണ് നമ്മൾ നേരെ വരുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാം ചുറ്റിനും വീടുകൾ ധാരാളമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു വാട്ടർ ഫൗണ്ടൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് നോക്കിയാൽ വിസിബിൾ ആണ്. ഈ ഒരു ബെഡ്റൂമിന്റെ റൂഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അത്യാവശ്യത്തിന് ഭംഗിയുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. LED ലൈറ്റുകളും അതുപോലെ തന്നെ LED സ്ട്രിപ്പുകളും ഒക്കെ ഇട്ട് വളരെ ഭംഗിയാക്കിയിട്ടാണ് റൂഫിലുള്ള വർക്കുകളൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ നമുക്ക് വിൻഡോസ് കാണാം. 3 വിൻഡോസ് വിസിബിൾ ആണ്. വാർഡ്രോബ് നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ ഒരുപാട് സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു വാർഡ്രോബാണ് ഇവിടെയും നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ ഈ വീട്ടിലുള്ള ബെഡ്റൂമുകളെല്ലാം തന്നെ കണ്ടു കഴിഞ്ഞു. നമുക്കിനി ഫൈനലി കാണേണ്ടത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് ആണ്. ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് വന്നിട്ട് ഈ ഒരു ഭാഗത്താണ് കംപ്ലീറ്റ്ലി കോൺക്രീറ്റിൽ തന്നെ സേഫ് ആയിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സെർവൻസിനൊക്കെ ഒരു റൂം ആയിട്ട് കൂടി വേണമെങ്കിൽ ഇത് കൊടുക്കാവുന്നതാണ്. ബിക്കോസ് അത് സേഫ് ആയിട്ട് ഡോറും വിൻഡോകളൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അത്യാവശ്യത്തിനുള്ള വർക്കുകളൊക്കെ തന്നെ ചെയ്തിട്ടാണ് റൂഫും ഭംഗിയാക്കിയിരിക്കുന്നത്. നമുക്ക് നമ്മളുടെ വാഷിംഗ് മെഷീൻ അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടർ പോകാനുള്ള അറേഞ്ച്മെന്റ് അതെല്ലാം ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ് ആക്ച്വലി ഇവിടെ വരുന്നത്. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സാധാരണ വീടുകളിലെ പോലെ ഒട്ടും കൺജസ്റ്റഡ് അല്ല. നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. അവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെറസ് വന്നിട്ട് നമുക്ക് കംപ്ലീറ്റ്ലി ഓപ്പൺ ടെറസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ഒന്നും കൂടെ പറയുകയാണ് എറണാകുളം ജില്ലയിലെ കാക്കനാട് കങ്ങരപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. സീപോർട്ട് എയർപോർട്ട് റോഡിനോടും കളക്ടറേറ്റിനോടും ഒക്കെ വളരെ അടുത്തായിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. കങ്ങരപ്പടി ജംഗ്ഷനിൽ നിന്നും 1 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ഈ കാണുന്ന മനോഹരമായ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. നമുക്ക് ഇതിന്റെ പ്രൈസ് കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം 5 സെന്റ് എടുത്ത് ലാൻഡ് വരുന്നുണ്ട്. 4.9 സെന്റിലാണ് ഈ കാണുന്ന വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2300 ആണ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. 2300 സ്ക്വയർ ഫീറ്റിൽ 4 BHK 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് 4 കാറുകളോളം ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. വീടിന്റെ അകത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ കണ്ടു ലാവിഷായിട്ട് സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. വെള്ളത്തിനായിട്ട് നമുക്ക് നല്ലൊരു കിണറുമാണ് ഇവിടെ ഉള്ളത്. വളരെ മനോഹരമായ എലിവേഷനോട് കൂടിയിട്ടൊക്കെയാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഈ മനോഹരമായ വീട് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 1,20,00,000 രൂപയാണ്.
1.20 CR എന്നുള്ള ഇതിന്റെ പ്രൈസ് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. ഈ മനോഹരമായ വീട് കാണാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. അതുപോലെ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് മറക്കാതെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം. അപ്പൊ ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളൊക്കെ കാണുന്നതിന് മാർബിൾ ഹോംസ് കാണുന്നത് പതിവാക്കുക. നിങ്ങൾക്ക് ഇതിനകത്ത് കാണിക്കുന്ന എല്ലാ വീടുകളും ലോൺ ഫെസിലിറ്റിയോട് കൂടി തന്നെ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അടുത്തൊരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.